ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. നമ്മുടെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ 1-ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? ടെൻഡർ ടച്ച്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ 3 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ 1-ാമത്തെ യൂണിറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന കുറേ ഐക്കൺസ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് പേജിൽ കണ്ടന്റ്സിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഐക്കൺസ് എന്നൊക്കെ നോക്കുക. അപ്പൊ നമ്മുടെ 1-ാമത്തെ യൂണിറ്റ് ആണ് ടെൻഡർ ടച്ച്. അപ്പൊ ടെൻഡർ ടച്ച് എന്താ? ടെൻഡർ ടച്ച് എന്ന് വെച്ചാല് മൃദുവായ ടച്ച് എന്ന് വെച്ചാൽ സ്പർശനം. നമ്മൾ തൊടുന്നതിനെയാണ് നമ്മൾ ടച്ച് എന്ന് പറയുക. സ്പർശനം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. അപ്പൊ ടെൻഡർ എന്ന് വെച്ചാൽ മൃദുവായ എന്ന അർത്ഥമാണ്, സോഫ്റ്റ് ആയ. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹം നിറഞ്ഞ സ്പർശനം അല്ലെങ്കിൽ മൃദുവായ സ്പർശനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ എന്താ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഓട്ട മത്സരമാണ് നടക്കുന്നത് അല്ലെ? കുട്ടികളുടെ ഓട്ട മത്സരമാണ്. അല്ല, ഒരു കുട്ടി വീണ് കിടക്കണു. കണ്ടോ? ഒരു കുട്ടി വീണ് അവന്റെ കാലൊക്കെ പൊട്ടി ബ്ലഡ് വരുന്നുണ്ട്. അപ്പൊ ഓട്ടം നിർത്തിയിട്ട് വേറൊരു കുട്ടി എന്ത് ചെയ്യണം? അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കണ്ടോ? അപ്പൊ ഇവിടെ ഈ ചിത്രത്തിന് താഴെയായിട്ട് മദർ തെരേസയുടെ കോട്ടിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മദർ തെരേസയുടെ വാക്കുകൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. എന്താ ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ, അതായത് മറ്റുള്ളവരെ എവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെയാണ് അർത്ഥം. മറ്റുള്ളവരെ സേവിക്കാൻ നിങ്ങളുടെ കൈകളും സ്നേഹിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളും നൽകുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, അപ്പോൾ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? മദർ തെരേസയുടെ വാക്കുകളാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സ്നേഹം നിറഞ്ഞ സ്പർശനം അല്ലെങ്കിൽ ടെൻഡർ ടച്ചിൽ നമ്മൾ വളരെ സ്നേഹത്തെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യാനാ പറയുന്നത്? കമ്പയർ ദി എബോവ് പിക്ചേഴ്സ്, വാട്ട് ആർ യുവർ കമന്റ്സ്. ഈ 2 ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, 1-ാമത്തെ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത്? ഒരു പെൺകുട്ടി എന്താ ചെയ്യുന്നത്? പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ് അല്ലെ? ബേർഡ്സിന് തീറ്റ കൊടുക്കുകയാണ്. 2-ാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ, നടന്നു പോകുന്ന ഒരു കുട്ടിയുടെ മേലേക്ക് വേറൊരു കുട്ടി എന്ത് ചെയ്യാണ്? ചളി തെറിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏത് ചിത്രമാണ്, ഏതാണ് നല്ല കാര്യം, ഗുഡ് ക്വാളിറ്റി ഏതാണ്? 1-ാമത്തെ ചിത്രത്തിൽ കാണിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് പറയാനാണ് പറയുന്നത്. നമുക്ക് 1-ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇൻ ദ ഫസ്റ്റ് പിക്ചർ വി ക്യാൻ സീ എ ഗേൾ ഫീഡിങ് ബേർഡ്സ്. ബേർഡ്സിന് തീറ്റ കൊടുക്കുന്നു. 2-ാമത്തെ ചിത്രത്തിൽ ഇൻ ദ സെക്കൻഡ് പിക്ചർ വി ക്യാൻ സീ എ ബോയ് ഈസ് ത്രോയിങ് മഡ് ടുവേർഡ്സ് ഹിസ് ഫ്രണ്ട്സ്. 2-ാമത്തെ ചിത്രത്തിൽ ഒരു ആൺകുട്ടി അവന്റെ ഫ്രണ്ട്സിന്റെ മേലേക്ക് ചളി തെറിപ്പിക്കുകയാണ്. ദ ഫസ്റ്റ് പിക്ചർ കൺവേ എ ഗുഡ് മെസ്സേജ് ആൻഡ് ദ സെക്കൻഡ് പിക്ചർ കൺവേ എ ബാഡ് മെസ്സേജ്. ഇതിൽ ഏത് കാര്യമാണ് ഗുഡായിട്ടും ഏതാണ് ബാഡ് ആയിട്ടും നിങ്ങൾക്ക് തോന്നുന്നത്? 1-ാമത്തെ ചിത്രമാണ് അല്ലെ ഗുഡ് മെസ്സേജ്, നല്ലൊരു മെസ്സേജ് തരുന്നത് 1-ാമത്തെ ചിത്രമാണ്. 2-ാമത്തെ ചിത്രത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരു ബാഡ് മെസ്സേജ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നോക്കൂ, എന്താണ് ഫസ്റ്റ് യൂണിറ്റ്? ആദ്യത്തെ ടോപ്പിക്കിന്റെ പേര് എ സണ്ണി മോർണിംഗ് എന്നാണ്. ആദ്യത്തെ ഭാഗം സണ്ണി മോർണിംഗ്. സണ്ണി മോർണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇത് ഒരു പ്രഭാതത്തെയാണ് പറയുന്നത്. മോർണിംഗ് എന്ന് വെച്ചാൽ രാവിലെ അല്ലെ? അപ്പൊ നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസം. ഇവിടെ നമുക്ക് ചിത്രത്തില് ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്, ഒരു കുട്ടി ഉറങ്ങുന്നുണ്ട്. ആ കുട്ടിയെ അടുത്തിരുന്നിട്ട് അവളുടെ അമ്മ വിളിക്കുകയാണ്. നമ്മൾ പാഠം ആദ്യം വായിക്കാം. The morning sun peeped through the window. Sasha, Sasha, it's getting late, dear. Mother called Sasha in a soft voice. She was half asleep. Oh, Amma, let me sleep a little longer. No, dear, it's already late. Mother came in and gently patted her. Sasha got out of bed, rubbing her eyes. What's that smell? Lovely. She took a deep breath. She rushed to the kitchen. Mother followed her. നോക്കിക്കേ, അപ്പൊ ഇവിടെ ആരാണ് ക്യാരക്ടേഴ്സ്? ആരൊക്കെയാണ്? ഈ കുട്ടിയുടെ പേരാണ് സാഷ. ഈ ഗേളിന്റെ പേരെന്താണ്? സാഷ. ഇത് സാഷിയും ഇത് സാഷയുടെ അമ്മയാണ്, മദറാണ്. ഓക്കെ, ഇവിടെ നോക്കൂ. മോർണിംഗ് സൺ പീപ്പിൾ ത്രൂ ദി വിൻഡോ എന്ന് വെച്ചാൽ എന്താണ്? സൺ എന്ന് വെച്ചാൽ അറിയാലോ, SUN. സൺ എന്ന് വെച്ചാൽ സൂര്യൻ അല്ലേ? പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ? പീപ്പിളിന്റെ അർത്ഥം എന്താണ്? അതായത് നമ്മൾ രഹസ്യമായി നോക്കുക എന്ന, സീക്രട്ട് ആയിട്ട് നോക്കുന്നതിനാണ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ മോർണിംഗ് സൺ പീപ്പിൾ ത്രൂ ദി വിൻഡോ എന്ന് വെച്ചാൽ ജനലിലൂടെ സൂര്യൻ നമ്മുടെ സണ്ണ് രഹസ്യമായിട്ട് നോക്കി, സീക്രട്ടായി നോക്കി എന്നല്ല അർത്ഥം. നമ്മൾ ആ സെന്റൻസിന്, അതായത് പ്രഭാതത്തെ, മോർണിംഗിനെ ഒന്നുകൂടെ വർണ്ണിച്ചിട്ട് നമ്മൾ പറയുകയാണ്. സൂര്യന്റെ വെളിച്ചം ജനലിലൂടെ അകത്തേക്ക് എത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
Sasha, it's getting late, dear. Mother called Sasha in a soft voice. എന്താ soft voice എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് മൃദുവായിട്ട് അമ്മ അവളെ വിളിക്കുകയാണ്. ദേഷ്യത്തിലൊന്നും അല്ല, വളരെ സ്നേഹത്തോടു കൂടെ പതുക്കെ സാഷയെ വിളിക്കുകയാണ്. എന്താ പറയുന്നത്? സാഷ വളരെ ലേറ്റ് ആയി, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, മോളെ എഴുന്നേക്ക്, നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അമ്മ സാഷയെ വിളിക്കുകയാണ്. ഷീ വാസ് ഹാഫ് എ സ്ലീപ്പ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പൊ സാഷ എന്താണ്? ഹാഫ് എ സ്ലീപ്പ് വെച്ച് എന്താ? പാതി ഉറക്കം എന്ന് വെച്ചാൽ അവള് എഴുന്നേറ്റു, പക്ഷെ അവൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ മടിയായിട്ട് കണ്ണു അടച്ചങ്ങനെ കിടക്കുകയാണ്. അതാണ് ഹാഫ് എ സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവൾ എന്താണ് പറയുന്നത്? കണ്ണൊക്കെ അടച്ച് എഴുന്നേക്കാൻ മടിച്ചിട്ട് കിടക്കുകയാണ്. പറയണം, അമ്മ ഞാൻ കുറച്ചു നേരം കൂടെ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ വെച്ചാൽ ഞാൻ കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? No dear, it's already late. Mother came in and gently patted her. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ്? അയ്യോ പറ്റില്ല മോളെ, ഒരുപാട് നേരം വൈകി എന്ന് പറഞ്ഞിട്ട് അമ്മ അടുത്ത് വന്നിട്ട് അവളെ പതുക്കെ പാറ്റ് ചെയ്യുക, അങ്ങനെ തഴുകുക. അതിനെയാണ് നമ്മൾ പാറ്റ് ചെയ്യുക പറയുക. ജെന്റ്ലി പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ട്, വളരെ സ്നേഹത്തോടു കൂടെ പാറ്റ് തടവുക. ഇങ്ങനെ കണ്ടോ അമ്മ ചെയ്യുന്നത്? കണ്ടോ? സാക്ഷിയും തഴുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ അവളെ എന്ത് ചെയ്തു? പാറ്റ് ചെയ്തു. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അപ്പൊ അവളത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ സാഷ എന്ത് ചെയ്തു? ബെഡിൽ നിന്ന് എഴുന്നേറ്റു, അവളെ എഴുന്നേറ്റ് കണ്ണൊക്കെ റബ്ബ് ചെയ്യാൻ വെച്ച് തിരുമ്പുക. നമുക്ക് എഴുന്നേറ്റു കണ്ണൊക്കെ തുറക്കുകയാണ്. വാട്ട്സ് ദാറ്റ് സ്മെൽ ലവ്ലി, ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. അപ്പൊ അവൾ പറയാണ്, എന്താണ് ആ സ്മെല്ല്? ആ മണം നല്ല മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യണം? ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത് എന്ന് വെച്ചാൽ ആ മണം എന്താണെന്ന് അറിയാൻ വേണ്ടി അവളിങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്. എന്ന് വെച്ചാൽ മണം എന്താ നോക്കുകയാണ്. ഷീ റഷ് ടു ദ കിച്ചൺ, മദർ ഫോളോഡ് ഹെർ. അപ്പൊ എന്നിട്ട് എന്തോ മണം അടുക്കളയിൽ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലായിട്ട് അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക്, കിച്ചൺ എന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് ഓടുകയാണ്. റഷ് എന്ന് വെച്ചാൽ വേഗത്തിൽ പോവുക. അപ്പൊ അടുക്കളയിലേക്ക് ഓടി അവളുടെ പിന്നാലെ അമ്മയും അടുക്കളയിലേക്ക് പോവുകയാണ്, കിച്ചണിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനാണ് കിച്ചണിലേക്ക് പോയതെന്ന് ചോദ്യമുണ്ട് അല്ലേ? എന്തിനാ കിച്ചണിലേക്ക് പോയത്? കാരണം കിച്ചണിൽ എന്തോ ഒരു സ്മെല്ല്, നല്ല മണം, അവൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു സ്നാക്കിന്റെ മണമാണ് വരുന്നത്. അപ്പൊ അവള് എന്താ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഡയലോഗ്, അതായത് മദർ പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ എഴുതാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അമ്മ എന്തായിരിക്കും സാഷയോട് പറയുക? ആ ഡയലോഗാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എന്ത് പറയാം? സാഷ വേക്ക് അപ്പ്, സാഷ എഴുന്നേക്ക് എന്നായിരിക്കും അമ്മ പറയുന്നുണ്ടാവുക അല്ലെ? വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനാണ് സാഷ കിച്ചണിലേക്ക് ഓടിയത്? ബിക്കോസ് ഷീ ഗോട്ട് എ ഗുഡ് സ്മെൽ ഫ്രം കിച്ചൺ. കാരണം അടുക്കളയിൽ നല്ലൊരു മണം കിട്ടിയില്ലേ? നല്ലൊരു മണം വന്നു. അതെന്താ നോക്കാൻ വേണ്ടിയിട്ടാണ് സാഷ എന്ത് ചെയ്യുന്നത്? കിച്ചണിലേക്ക് ഓടുന്നത്. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അപ്പൊ അവൾ എന്തായിരിക്കും കിച്ചണിൽ കണ്ടിട്ടുണ്ടാവുക? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. സാഷാസ് ഫേവറിറ്റ് സ്നാക്ക്. അപ്പൊ എന്താ ഹെഡിങ്? സാഷാസ് ഫേവറിറ്റ് സ്നാക്ക്. എന്താ ഫേവറിറ്റ് എന്ന് വെച്ചാല് പ്രിയപ്പെട്ട എന്നാണ് അർത്ഥം അല്ലെ? പ്രിയപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതിനേക്ക് നമ്മൾ ഫേവറിറ്റ് എന്ന് പറയും. ഇഷ്ടമുള്ള സ്നാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയാം ലഘുഭക്ഷണം എന്നൊക്കെ പറയും. നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുന്നതിനൊക്കെ നമ്മൾ സ്നാക്ക് എന്ന് പറയും. ഇപ്പൊ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇപ്പൊ ഇതുണ്ടോ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഐറ്റംസ്, ഇവിടെ അച്ഛൻ എന്താ ഉണ്ടാക്കുന്നത്? ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സ്നാക്ക് എന്നാണ് പറയുക. അപ്പൊ എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക്? ആരാ ഉണ്ടാക്കുന്നത്? അവളുടെ അച്ഛനാണ് ഉണ്ടാക്കുന്നത് അല്ലെ? ഫാദർ ആണ് കിച്ചണിൽ നിന്നിട്ട് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നത്. Father was busy in the kitchen. Sasha, your favorite snack is ready, he said. Amma, shall I take some of it to school? Sasha asked. Sure dear, go and get ready, mother said. She went to the washroom, humming a tune. Sasha, aren't you ready yet? It was Naveen, her friend. He was waiting at the gate. Just 5 minutes, Sasha hurried up. അപ്പോൾ ആരായിരുന്നു കിച്ചണിൽ ബിസി ആയിട്ട്, വളരെ തിരക്ക് പിടിച്ച് ബിസി ആയിട്ട് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാണ്? സാഷയുടെ അച്ഛനാണ് അല്ലെ? ഫാദർ ആണ്. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി. അപ്പൊ അച്ഛൻ എന്ത് പറയാണ്? ഹി സെഡ്. അച്ഛൻ എന്ത് പറഞ്ഞു? സാഷ, നിന്റെ ഫേവറേറ്റ് ആയിട്ട്, നിനക്ക് ഇഷ്ടമുള്ള നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആണെന്ന് അച്ഛൻ പറയുകയാണ്. അപ്പൊ സാഷ എന്താണ് ചോദിക്കുന്നത്? അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. സാഷ എന്താ ചോദിക്കുന്നത്? അമ്മ, ഞാൻ കുറച്ച് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. അപ്പൊ അമ്മ സമ്മതിച്ചു അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയില്ലേ? നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്യില്ലേ? അതുപോലെ നമ്മുടെ സാക്ഷിയും കുറച്ച് അവളുടെ സ്നാക്ക് എന്ത് ചെയ്യണം? കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ അമ്മ എന്ത് ചെയ്തു, സമ്മതിച്ചു കേട്ടോ. അമ്മ എന്ത് ചെയ്തു, കൊണ്ടുപോയി കളയാൻ സമ്മതിച്ചു. പക്ഷെ നീ ഇപ്പൊ പോയി റെഡി ആവുന്നു, സ്കൂളിൽ ഇപ്പൊ സമയമായി, വേഗം പോയി റെഡി ആവാൻ അമ്മ പറയാണ്. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അപ്പൊ അവൾ എന്താണ്, ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവൾ ഇങ്ങനെ വാഷ്റൂമിൽ പോയി. അപ്പോഴാണ് ആര് വരുന്നത്, അവളുടെ ഫ്രണ്ട് നവീൻ വരുന്നത്. ഓക്കെ, അപ്പൊ നവീൻ ചോദിക്കുന്നത്, സാഷ ആറന്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ ഹെർ ഫ്രണ്ട്. അപ്പൊ നവീൻ വന്നിട്ട് ചോദിക്കുകയാണ്, സാഷ, അവൻ എവിടെ വെയിറ്റ് ചെയ്യണം, പുറത്ത് ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവൻ അവളെ വിളിക്കുകയാണ്, സാഷ നീ റെഡി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് നവീൻ വിളിക്കുകയാണ്. അപ്പൊ സാഷ എന്ത് ചെയ്യണം, ജസ്റ്റ് 5 minutes 5 minutes എന്ന് പറഞ്ഞിട്ട് വേഗം റെഡി ആവുകയാണ്. സാഷ ഹറീഡ് അപ്പ്, വേഗത്തില് റെഡിയായി. ഓക്കെ, അപ്പൊ ഇവിടെ ഹമ്മിങ് വെച്ചാൽ എന്താണ്, നമ്മൾ മൂളിപ്പാട്ട് പാടുക, അതായത് അടഞ്ഞ ചുണ്ടുകൾ കൊണ്ട് താഴ്ന്നതും തുടർച്ചയായതുമായി ശബ്ദം ഉണ്ടാക്കുന്നു. മൂളിപ്പാട്ടൊക്കെ പാടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂളുകയൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ഹമ്മിങ് എന്ന് പറയും. ഹറീഡ് എന്ന് വെച്ചാൽ എന്താ, തിടുക്കപ്പെടുക, വേഗത്തിൽ ചെയ്യുന്നതിന് നമ്മൾ ഹറീഡ് എന്ന് പറയാം. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? അപ്പൊ നോക്കൂ, ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്ന്. സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പമാണ്. ഇവിടെ ഉണ്ണിയപ്പമാണ് അച്ഛൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട് അത്. ക്യാൻ യു മേക്ക് എ ഗസ്, ഒരു ഗസ്, അതായത് നിങ്ങൾക്ക് എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത് ചോദ്യം. അതിന് മുമ്പ് ഇവിടെ നോക്കിക്കേ, നമ്മുടെ സാഷ അച്ഛനോട് എന്തോ ചോദിക്കുന്നുണ്ട് അല്ലെ, ആ ഡയലോഗാണ് ഇവിടെ എഴുതേണ്ടത്. എന്തായിരിക്കും സാഷ അച്ഛനോട് ചോദിക്കേണ്ടാവുക, ഫാദർ വാട്ട് ആർ യു കുക്കിംഗ്, എന്താണ് ഉണ്ടാക്കുന്നതെന്നായിരിക്കും നമ്മുടെ സാഷ അച്ഛനോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് പേജ്, ദ സർപ്രൈസ്. എന്താ സർപ്രൈസ് എന്ന് വെച്ചാൽ ആശ്ചര്യം, നമ്മൾ അത്ഭുതപ്പെടുക, അതൊക്കെ നമ്മൾ സർപ്രൈസ് എന്ന് പറയാം. നമുക്ക് വായിക്കാം. അപ്പൊ ഇവിടെ എന്താ ചിത്രത്തിൽ കാണുന്നത്, സാഷ അവളെ ഫേവറേറ്റ് സ്നാക്ക് കൂട്ടുകാർക്കും കൊണ്ടുവന്നു അല്ലെ, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ്. സാഷ and Naveen reached school just before the bell rang. It smells nice. What's in your bag? Naveen asked. It's a surprise. Wait for a while. Sasha took out of tiffin box and opened it. Wow, Unniyappam, Naveen exclaimed. All the children rushed towards Sasha. Wait, don't rush. There is enough for everyone, Naveen said. At that moment, someone appeared at the window. Hey, who is that? Sasha asked. അപ്പൊ നമ്മുടെ സാഷ അവളുടെ ഫേവറേറ്റ് സ്നാക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനും കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാഷയും നവീനും സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, എന്ന് വെച്ചാൽ കുറച്ച് നേരം ഉള്ളൂ ഇനി ബെല്ലടിക്കാൻ, തൊട്ട് മുമ്പായിട്ട് സ്കൂളിൽ എത്തി. അതാണ് ഇവിടെ ഫസ്റ്റ് എലമെന്റ്, സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ് എന്ന് വെച്ചാൽ ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ സ്കൂളിൽ എത്തി. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. അപ്പൊ നവീൻ ഇങ്ങനെ മണം പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നല്ല മണം വരുന്നുണ്ടല്ലോ, നിന്റെ ബാഗിൽ എന്താന്ന് നവീൻ ചോദിക്കുകയാണ്. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. അപ്പൊ അവൾ പറഞ്ഞില്ല അല്ലെ എന്താ ബാഗിൽ എന്ന് പറയുന്നില്ല, എന്താ പറയുന്നത്, സർപ്രൈസ് ആണ്, എന്ന് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യുന്ന പറയാണ്. സാഷ ടൂക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് അവൾ എന്ത് ചെയ്യുക, ടിഫിൻ ബോക്സ് ഓപ്പൺ ചെയ്തു. വാവ്, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലൈമഡ്. എന്താ എക്സ്ക്ലൈമഡ് എന്ന് വെച്ചാൽ ആർത്ത്, അത് ഉറക്കെ പറയുന്നതിനെയാണ് നമ്മൾ ആർത്ത് വിളിക്കുക എന്നൊക്കെ പറയും, അതിനാണ് എക്സ്ക്ലൈമഡ് എന്ന് പറയാ. അപ്പൊ എന്തായിരുന്നു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നത്, ഉണ്ണിയപ്പം ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ നവീനും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നവീൻ വാ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട് ഉറക്കെ പറയുകയാണ്. അത് കേട്ടതും എല്ലാ കുട്ടികളും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് സാഷ. അപ്പൊ എല്ലാവരും ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് സാഷയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഇസ് ഇനഫ് ഫോർ എവരി വൺ, നവീൻ സെഡ്. അപ്പൊ നവീൻ പറയാണ്, വെയിറ്റ്, ആരും തിരക്കൊന്നും കൂട്ടണ്ട, ഇത് എല്ലാവർക്കും ഉള്ളത് ഉണ്ടെന്ന് നവീൻ പറയാണ്. അറ്റ് ദാറ്റ് മൊമെന്റ് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ഹേ, ഹൂ ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അപ്പൊ എല്ലാവരും ഉണ്ണിയപ്പത്തിന് അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. അപ്പോഴാണ് സാഷ എന്ത് കണ്ടത്, ആരോ ഒരാള് അവരുടെ ക്ലാസ് മുറിയുടെ വിൻഡോ, ജനലിന്റെ അടുത്തായിട്ട് വന്ന് നിൽക്കണു. അപ്പൊ സാഷ ചോദിക്കുകയാണ്, ആരാ അത് എന്ന് സാഷ ചോദിക്കുകയാണ്. സാഷ സോ സംവൺ അറ്റ് ദ വിൻഡോ. ഹു കുഡ് ദാറ്റ് ബി? അപ്പൊ സാഷ ആരെയോ അവരുടെ ക്ലാസ് മുറിയുടെ വിൻഡോന്റെ ജനലിന്റെ അടുത്ത് കണ്ടു. ആരായിരിക്കാം അത്? നമുക്ക് നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യാം. ഓക്കെ, അതിന് മൊമെന്റ് എന്നുള്ള വേർഡ് കണ്ടു. എന്താ മൊമെന്റ് എന്ന് വെച്ചാൽ നിമിഷം, ആ സെക്കൻഡ് അല്ലെങ്കിൽ ആ നിമിഷത്തെയാണ് നമ്മൾ മൊമെന്റ് എന്ന് പറയാ. അപ്പിയേർഡ് എന്ന് വെച്ചാൽ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ എന്ന് വെച്ചാൽ ആ വിൻഡോന്റെ അടുത്തായിട്ട് കാണപ്പെട്ടു, പ്രത്യക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ കാണപ്പെട്ടു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ്. എ ഗേൾ അറ്റ് ദ വിൻഡോ. ജനലിനടുത്ത് ഒരു പെൺകുട്ടി. അപ്പൊ ആരാണ് ജനലിനടുത്ത് കണ്ടത്? ഒരു പെൺകുട്ടീനെയാണ് കണ്ടത്, ഒരു ഗേളിനെയാണ് കണ്ടത്. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. അപ്പൊ നവീനും എന്ത് ചെയ്തു, ആ ജനലിന്റെ അടുത്ത് പോയിട്ട് നോക്കുകയാണ്. അപ്പൊ ഒരു പെൺകുട്ടീനെ കണ്ടു. I have seen her somewhere, he said. The girl was looking at them curiously. Her messy hair was swinging in the wind. She looked very tired. Sasha went to the window. She offered an unniyappam to the girl, but the girl ran away without taking it. Sasha's eyes followed the girl, but the girl disappeared behind the bushes. Where does she live? Sasha asked Naveen, who was enjoying a big bite of unniyappam. I don't know, he said.
poor girl, her clothes are torn, Sasha said. അപ്പൊ നമ്മുടെ സാക്ഷി പറയുന്നത് ആരാ ജനലിൽ അവിടെ നിൽക്കുന്നത് നോക്കുന്നു പറഞ്ഞപ്പോ നവീൻ വേഗം ജനലിൽ അങ്ങോട്ട് നോക്കുകയാണ്. അപ്പൊ അവിടെ ആരെ കണ്ടു? ഒരു ഗേളിനെ കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു അല്ലെ. ഇവരുടെ സ്കൂളിലുള്ള കുട്ടിയൊന്നും അല്ല, വേറൊരു കുട്ടിയാണ് അവിടെ ജനലിൽ അവിടെ നിൽക്കുന്നത്. I have seen her somewhere he said. അപ്പൊ നവീൻ കണ്ടതും ആ കുട്ടിയെ കണ്ടതും നവീൻ പറയുകയാണ് ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ നവീൻ പറയാണ്. The girl was looking at them curiously. അപ്പൊ ആ കുട്ടി, ആ പെൺകുട്ടി ഇവരെ വളരെ curiously എന്ന് വെച്ചാൽ കൗതുകത്തോടെ, നമ്മൾ എന്തെങ്കിലും എന്തോ ഒന്ന് കാണാത്തത് അല്ലെങ്കിൽ ആദ്യമായി കാണുന്നത് പോലെ വളരെ കൗതുകത്തോടു കൂടെ ഈ കുട്ടികളെയൊക്കെ നോക്കുകയാണ്, ക്ലാസ് മുറിയിലുള്ള കുട്ടികളെയൊക്കെ നോക്കുകയാണ് ആ പെൺകുട്ടി, ആ ഗേള്. അവളെ കാണാൻ എങ്ങനെയാണ്? her messy hair was swinging in the wind, she looked very tired. അപ്പൊ അവളെ കാണാൻ എന്ന് പറയുന്നത് അവളുടെ തലയിലൊക്കെ മെസ്സി ഹെയർ എന്ന് വെച്ചാൽ ഇങ്ങനെ ചീന്തി ഒതുക്കാത്ത മുടി എന്ന് വെച്ചാൽ എണ്ണയൊന്നും തേക്കാതെ ചീന്തി ഒതുക്കാതെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. അവൾ വളരെ കാണാൻ ഭയങ്കര ടയേർഡ് ആയിട്ടായിരുന്നു, വളരെ ക്ഷീണം ഉണ്ടായിരുന്നു അവളെ കാണാൻ. സാഷ went to the window, she offered an ഉണ്ണിയപ്പം to the girl. അപ്പോൾ വേഗം സാഷ എന്ത് ചെയ്തു? വേഗം ആ കുട്ടി, ആ പെൺകുട്ടി നിൽക്കണ, ആ ഗേള് നിൽക്കുന്നതിന്റെ അടുത്ത് പോയി അവൾക്ക് ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു, എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം കൊടുത്തു. പക്ഷെ ആ കുട്ടി അത് വാങ്ങിച്ചോ? ഇല്ല അല്ലെ. ബട്ട് the girl ran away without taking it. പക്ഷെ അവൾ ആ ഉണ്ണിയപ്പം വാങ്ങാതെ തന്നെ, ഉണ്ണിയപ്പം ഒന്നും വാങ്ങിയില്ല, അവൾ വേഗം ഇവിടെ അടുത്ത് ചെന്നതും എന്ത് ചെയ്യണം? ഓടിപ്പോവാണ്, അവിടുന്ന് ഓടിപ്പോയി. സാഷാ's eyes followed the girl, but the girl disappeared behind the bushes. അപ്പൊ സാക്ഷി ഇങ്ങനെ പിന്നാലെ പോയിട്ട് അവൾ എവിടേക്കാ പോകുന്നത് നോക്കുന്നുണ്ട്. പക്ഷെ അവള് ഇങ്ങനെ ഒരുപാട് ദൂരം ഓടിപ്പോയി. ആൻഡ് ബിഹൈൻഡ് ദ ബുഷസ് എന്ന് വെച്ചാൽ അവൾക്ക് സാക്ഷിക്ക് അവളെ ആ ബുഷസ് എന്ന് വെച്ചാൽ നമ്മൾ കുറ്റിച്ചെടികളെയൊക്കെ പറയുന്നത്. ഡിസപ്പിയർ എന്ന് വെച്ചാൽ കാണാതായി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്രത്യക്ഷമായി, കാണാതെയായി. ബുഷസ് എന്ന് വെച്ചാൽ കുറ്റിക്കാടുകളാണ് പറയുന്നത്. അപ്പൊ കുറെ കുറ്റിച്ചെടികളുടെ അടുത്ത് വരെ അവൾക്ക് കാണാൻ പറ്റുള്ളൂ, സാക്ഷിയെ കാണാൻ പറ്റില്ല. അതിനുശേഷം അവളെ കാണാതായി. Where does she live? Sasha asked Naveen, who was enjoying a big bite of ഉണ്ണിയപ്പം. അപ്പൊ നമ്മുടെ നവീൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉണ്ണിയപ്പം വളരെ ധൃതിയിൽ ഉണ്ണിയപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവന് ഉണ്ണിയപ്പം ഇങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാഷ ചോദിക്കുകയാണ് where does she live? അവൾ എവിടെ താമസിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ നവീൻ എന്താ പറയണത്? I don't know, എനിക്ക് അറിയില്ല. അപ്പൊ സാഷ പറയാണ് poor girl, her clothes are torn. പാവം കുട്ടി, അവളുടെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്. അവളുടെ ഡ്രസ്സ് ക്ലോത്ത്സ് ഒക്കെ എന്താണ്? ടോൺ എന്ന് വെച്ചാൽ കീറുക. അവളുടെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്. അപ്പൊ അവൾ എങ്ങനെയാണ് അധികം എന്താണ് why didn't the girl accept the ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഉണ്ണിയപ്പം വാങ്ങാതിരുന്നത്? മേ ബി she will not accept anything from unknown people. ചിലപ്പോൾ അവൾക്ക് അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ള ആള് ഉണ്ണിയപ്പത്തിന് വേണ്ടി ആയിരിക്കില്ല, ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടല്ല അവൾ ക്ലാസ്സിൽ വന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ അവൾക്ക് അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും അവൾ അങ്ങനെയുള്ള സാധനം ഒന്നും തന്നെ വാങ്ങില്ലായിരിക്കാം. ഓക്കെ, അപ്പൊ കണ്ടോ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അവളെ കാണാൻ എങ്ങനെയാ കണ്ടോ? മെസ്സി ഹെയർ ആണ്, വളരെ ടയേർഡ് ആണ്, ആ ഡ്രസ്സൊന്നും അത്ര നല്ല ഡ്രസ്സൊന്നും അല്ല, ചില ഭാഗങ്ങളൊക്കെ കീറിയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ്. ഓക്കെ, the girl comes again. ആ കുട്ടി വീണ്ടും വരികയാണ്. ഇവിടെ 4 വരി ഒരു പോയമാണ് തന്നിരിക്കുന്നത്, 4 വരി പാട്ടാണ്. The best of friends can change a frown into a smile when you feel down. Miss Anupama, their teacher, was singing a song in the class. Suddenly, Sasha saw the girl again at the door. Poor girl, I think she wants to come in, Sasha murmured. Listen, said the teacher. Hearing the teacher's voice, the girl ran away. അപ്പൊ ടീച്ചർ ഇങ്ങനെ അവരുടെ ടീച്ചറിന്റെ പേര്, നമ്മുടെ സാഷയുടെ ടീച്ചറിന്റെ പേര് എന്താണ്? അനുപമ. അപ്പൊ മിസ് അനുപമ അവരുടെ ടീച്ചറിന്റെ പേരാണ്. ടീച്ചർ ക്ലാസ്സിൽ പാഠം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒരു 4 വരി പാട്ടാണിത്. The best of friends can change a frown. എന്താ ഫ്രൗൺ എന്ന് വെച്ചാല്? ഫ്രൗൺ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ. നമുക്ക് സങ്കടം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലായ്മയൊക്കെ വരുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ്, മുഖത്ത് വരുന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് ഫ്രൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പാട്ടിൽ പറയണത് വെച്ചാൽ എന്താണ്? The best of friends can change a frown into a smile when you feel down. നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാറ്റാൻ കഴിയും. നമ്മുടെ സങ്കടങ്ങളെല്ലാം തന്നെ മാറ്റി ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് സ്മൈൽ വരുത്താൻ, നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്താൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് കഴിയും എന്നാണ് ഈ പാട്ടിൽ പറയുന്നത്. അത് ആരെ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ടീച്ചറുടെ പേരെന്താ? അനുപമ അല്ലെ. അനുപമ ടീച്ചറെ പാടിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ. പെട്ടെന്നാണ് നമ്മുടെ സാഷ ആ കുട്ടിയെ, നമ്മൾ നേരത്തെ ഓടിപ്പോയ ആ ഗേളിനെ വീണ്ടും ഡോറിന്റെ സൈഡ്, ക്ലാസ് മുറിയുടെ ഡോറിന്റെ സൈഡായിട്ട് കാണുന്നത്. അപ്പൊ സാഷ എന്ത് ചെയ്യാണ്? പതുക്കെ പറയാണ് മർമറിയ പറഞ്ഞ എന്താ? മർമറിയ പറഞ്ഞ പിറുവിറുത്തു, അല്ലെങ്കിൽ പതുക്കെ നമ്മൾ സൗണ്ട് ഒക്കെ താഴ്ത്തി പറയുന്നതിനെയാണ് നമ്മൾ മർമേഡ് എന്ന് പറയുക. അപ്പൊ അവളെന്താ പറയണത്? പാവം കുട്ടി, എനിക്ക് അത് തന്നെ പാവം കുട്ടിയാ, എനിക്ക് തോന്നുന്നു അവൾക്ക് ഉള്ളിലേക്ക് വരണം, ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് വരണം എന്ന് തോന്നുന്നു എന്ന് സാഷ പറയുകയാണ്. അവിടെ നമ്മൾ ടീച്ചർ എന്ത് പറഞ്ഞു? ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചറിന്റെ ശബ്ദം കേട്ടതും ആ കുട്ടി അവിടെ വാതിലവിടെ നിന്ന് ആ ഗേൾ എന്ത് ചെയ്യും? വീണ്ടും ഓടിപ്പോവുകയാണ്.
Why did the girl come again? എന്തിനായിരിക്കും ആ കുട്ടി വീണ്ടും വന്നത് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക് എ ലുല്ലബി. ലുല്ലബി എന്ന് വെച്ചാൽ താരാട്ടുപാട്ടിനെ പറയണതാണ്. ഓക്കെ, താരാട്ടുപാട്ടാണ് ലുല്ലബി എന്ന് പറയുന്നത്. After school, Sasha and Naveen were walking home. On the way, they heard someone singing a song. The best of friends will understand your little trials and lend a hand. Naveen, do you hear the song? Sasha asked. That's the song our teacher taught us today, Naveen replied. But who is singing? Come, let's find out. അപ്പോൾ നമ്മുടെ സ്കൂൾ കഴിഞ്ഞിട്ട് സാക്ഷിയും നവീനും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഇവർ വീണ്ടും ഒരു പാട്ട് ക്ലാസ്സിൽ അവർക്ക് ടീച്ചർ പറഞ്ഞു കൊടുത്ത പാട്ട് വീണ്ടും കേൾക്കുകയാണ്. എന്തായിരുന്നു ആ 4 വരി? The best of friends will understand your little trials and lend a hand. അതായത് ട്രയൽസ് എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പം നമ്മുടെ ഓരോന്നിനു വേണ്ടി നമ്മൾ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മനസ്സിലാവും. അതുവഴി അവരെന്ത് ചെയ്യും? ലെൻഡ് എ ഹാൻഡ് എന്ന് വെച്ചാൽ കൈതിരുന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളെ സഹായിക്കും. നമ്മളെ നന്നായിട്ട് നമ്മുടെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ സഹായിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് ഇവർക്ക് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു കൊടുത്ത പാട്ടാണ്. Naveen, do you hear the song? Sasha asked. അപ്പോൾ സാഷ ഈ പാട്ട് കേട്ടതും ഇവർ രണ്ടാളും ഈ പാട്ട് കേട്ടു. അപ്പോൾ സാഷ ചോദിക്കണം, നവീൻ നീ ഈ പാട്ട് കേട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നവീൻ എന്താ പറയണത്? That's a song our teacher taught us today. ആ പാട്ടല്ലേ, നമ്മുടെ ടീച്ചർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാട്ടല്ലേ എന്ന് നവീൻ പറയുകയാണ്. But who is singing? Come, let's find out. പക്ഷെ അത് ആരാ പാടുന്നത്? അപ്പൊ നമുക്ക് പോയി നോക്കാന്ന് പറയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, സാഷ എന്തോ നവീനോട് പറയുന്ന ഒരു ഡയലോഗാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എന്തായിരിക്കും? Who is singing? ആരാണ് പാടുന്നത് എന്ന് നവീനോട് ചോദിക്കുകയാണ്. Who do you think was singing? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരായിരിക്കും പാട്ട് പാടുന്നത്? ആ കുട്ടിയായിരിക്കും അല്ലേ, ആ ഗേൾ ആയിരിക്കും. അതെ, നോക്കൂ നെക്സ്റ്റ് പേജിൽ കാണുന്നുണ്ട് അല്ലേ, എ പ്ലസന്റ് സർപ്രൈസ്. പ്ലസന്റ് സർപ്രൈസ് എന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായ ഒരു സർപ്രൈസ്, ആശ്ചര്യം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് പ്ലസന്റ് സർപ്രൈസ്. പ്ലസന്റ് എന്ന് വെച്ചാൽ സന്തോഷകരമായ, സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വേർഡാണ് പ്ലസന്റ് എന്ന് പറയുന്നത്. Sasha and Naveen spotted the girl near a tree. She was cradling her little brother singing the song. How quickly has she learned the song? Naveen whispered to Sasha. The girl saw them and smiled. She tried to comb her dry hair with her fingers. You sing beautifully. Naveen appreciated her. Sasha wanted to give the girl a gift. അപ്പോൾ സാക്ഷിയും നമ്മുടെ നവീനും കൂടെ ആരാ പാട്ട് പാടുന്ന നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അപ്പൊ അവര് എന്താ കാണുന്നത്? അവിടെ നേരത്തെ നമ്മുടെ സ്കൂളിൽ കണ്ട ആ കുട്ടിയെ അവര് മരത്തിന്റെ അടുത്തായിട്ട് കാണുകയാണ്. she was cradling her little brother singing the song. അപ്പോൾ ഈ പാട്ടും പാടി, അതായത് ആ ഗേള്, ആ പെൺകുട്ടി ആ ക്ലാസ്സിൽ അവൾ എന്താ കേട്ട ആ പാട്ട് പാടിയിട്ട് അവളുടെ ബ്രദറിനെ, അവളുടെ ചെറിയ ലിറ്റിൽ ബ്രദർ, അവളുടെ ഏറ്റവും താഴെയുള്ള അനിയനെ എന്ത് ചെയ്യണം? ക്രാഡ്ലിംഗ് എന്ന് വെച്ചാൽ തൊട്ടിലാട്ട്, അതായത് മരത്തിൽ തൊട്ടിൽ കെട്ടിയിട്ട് ആ തൊട്ടിലാണ് അവളുടെ ലിറ്റിൽ ബ്രദറിനെ, അവളുടെ അനിയനെ കിടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കുട്ടിയെ തൊട്ടിലാട്ടിക്കൊണ്ട് ഇവിടെ പാട്ട് പാടിയിട്ട് ഉറക്കുകയാണ്. ഓക്കെ, ഹൗ ക്വിക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്? നവീൻ വിസ്പേർഡ് ടു സാഷ. അപ്പൊ നവീൻ അത്ഭുതമായി. വിസ്പേർഡ് എന്ന് വെച്ചാൽ എന്താ? ക്രാഡ്ലിംഗ് തന്നെ തൊട്ടിലാട്ടുന്നു, വിസ്പേർഡ് എന്ന് വെച്ചാൽ പതുക്കെ പറയുക. ഓക്കെ, അപ്പൊ നവീൻ എന്താ സാക്ഷിയോട് പറയണത്? എത്ര പെട്ടെന്നാണ് അവൾ ആ പാട്ട് പഠിച്ചത് എന്ന് പറയുകയാണ്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽ. അപ്പൊ ആ കുട്ടി, ആ ഗേള് ഇവരെ കണ്ടിട്ട് ഇവരെ ചിരിച്ചു, സ്മൈൽ ചെയ്തു. ഷീ ട്രൈ ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അപ്പൊ ഇവരെ കണ്ടത് വേഗം അവളുടെ പാറി പറക്കുന്ന മുടി അല്ലെ, അവളുടെ മെസ്സി ആയിട്ടുള്ള ഹെയർ വേഗം അവള് കൈ വെച്ചിട്ട് അവളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട്, വിരലുകൾ വെച്ചിട്ട് ഒതുക്കാൻ നോക്കുകയാണ്. കോമ്പി വെച്ച് നമ്മൾ ചീന്തുക എന്നൊക്കെ പറയും. ചീപ്പ് എന്നാണ് നമ്മൾ കോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവൾ എന്ത് ചെയ്യണം? അവള് കൈ വെച്ചിട്ട് മുടിയൊക്കെ ഒതുക്കുകയാണ്. യു സിങ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. സാഷ വോണ്ട് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പൊ നവീൻ ആ കുട്ടിയെടുത്ത് പറയാണ്, എന്താ പറയണത്? നവീൻ അപ്രീഷിയേറ്റ് വെച്ചാൽ അഭിനന്ദിക്കുകയാണ്. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അറിയാലോ, സമ്മാനം അല്ലെ. അപ്പൊ നവീൻ എന്താണ് ആ കുട്ടിയോട് പറയുന്നത്? യു സിങ് ബ്യൂട്ടിഫുള്ളി, നീ നന്നായി പാടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ എന്ത് ചെയ്യാണ്? അഭിനന്ദിക്കുകയാണ്. ഓക്കെ, അപ്പൊ സാഷയ്ക്ക് എന്ത് ചെയ്യണം? അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഓക്കെ, വാട്ട് വിൽ ബി സാഷസ് ഗിഫ്റ്റ്? അപ്പൊ എന്തായിരിക്കാം സാഷയുടെ ഗിഫ്റ്റ് എന്ന് നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. കണ്ടോ, നെക്സ്റ്റ് പേജിൽ കുറച്ചുകൂടെ ചിത്രം ക്ലിയർ ആണ് അല്ലെ. ആ പെൺകുട്ടിയുടെ വീടാണ് ഇവിടെ കാണുന്നത്. ഒരു ചെറിയൊരു ഷെഡ് അല്ലെ, ഒരു ഷെഡാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കണ്ടോ, ഒരു മരത്തില് തൊട്ടിൽ കെട്ടിയിട്ട്, തൊട്ടിലെ നമ്മൾ പറഞ്ഞ ക്രാഡിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. അപ്പൊ ഒരു ചെറിയ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് അവളുടെ ലിറ്റിൽ ബ്രദറിനെ, അവളുടെ അനിയനെ അതിൽ കിടത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും കണ്ടോ, എന്താ അച്ഛനും അമ്മയും ജോലി?
പാവകൾ ഉണ്ടാക്കുകയാണ് അല്ലെ, ചിലപ്പോൾ മൺപാവകളായിരിക്കും. അപ്പം അത് ഉണ്ടാക്കലാണ് അവളുടെ അച്ഛനും അമ്മന്റെയും ജോലി. അപ്പൊ ഇവിടെയാണ് അവളുടെ താമസം. അപ്പൊ എന്താണ് നോക്കൂ സാഷ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം. ദ ഗിഫ്റ്റ്, സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടൂക്ക് ഔട്ട് എ ബുക്ക്. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. Here is a gift for you. Sasha handed it over to her. The girl wiped her hand on her skirt. She received the book with a smile. Kabida, who is there? Her mother called out. Let's go. Navin hurried, hearing the voice. We should tell Anu teacher about Kabida. I think she will help her, Sasha suggested. അപ്പോൾ സാഷയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവൾ വേഗം എന്ത് ചെയ്തു, സാഷ അവളുടെ ബാഗ് തുറന്നു, അതിനുള്ളിൽ ഒരു ബുക്ക് എടുത്തു. എന്ത് ബുക്കായിരുന്നു അത്? ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ്. പിക്ചർ സ്റ്റോറി ബുക്ക് വെച്ചാൽ ചിത്രകഥാ പുസ്തകം. ഓക്കെ, അപ്പോൾ ഒരു കഥാപുസ്തകമാണ്. അപ്പൊ അവൾ എന്ത് ചെയ്തു, ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കണം, ഗേളിന് കൊടുക്കണം. ഹിയർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു, ഇത് നിനക്കൊരു ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സാഷ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് അത് കൊടുക്കുകയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യണം, ആ ഗേൾ എന്താ ചെയ്യണം, വേഗം അവളെ കയ്യിലൊക്കെ ചളി ഉണ്ടാവും. അപ്പൊ അവൾ വേഗം എന്താ ചെയ്യണം, അവിടെ സ്കേർട്ട് എന്ന് വെച്ചാൽ പാവാട, വൈപ്പ് ചെയ്യുക വെച്ചാൽ എന്താ, തുടയ്ക്കുന്നതിന് വൈപ്പ് ചെയ്യുക. അപ്പൊ അവളെ കൈയൊക്കെ വേഗം അവളുടെ സ്കേർട്ടിൽ അവളുടെ പാവാടയിൽ തുടച്ചിട്ട് അവൾ എന്ത് ചെയ്യണം, ഷീ റിസീവ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ, ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ആ ബുക്ക് സാഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങി, ആ ഗിഫ്റ്റ് വാങ്ങി. കബിത, ഹൂ ഇസ് there? Her mother called her. അപ്പോഴാണ് ഈ ഗേളിന്റെ, ഈ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിക്കുകയാണ്. കബിത, ആരാ അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ പേരെന്താണ്, കബിത എന്നാണ് അവളുടെ പേര്. അപ്പൊ കബിതയുടെ അമ്മയുടെ ശബ്ദം കേട്ടതും നവീൻ എന്താ പറയണത്, ലെറ്റ്സ് ഗോ. നവീൻ ഹിയറിംഗ് ദ വോയിസ്. അപ്പൊ ആ ശബ്ദം കേട്ടതും നവീൻ വേഗം പറയണം, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നവീൻ ധൃതി കൂട്ടുക. we should tell Anu teacher about Kabida. I think she will help her, Sasha suggested. അങ്ങനെ അവര് മടങ്ങുകയാണ് അവിടെ നിന്ന്. അപ്പൊ പോകുന്ന വഴിക്ക് സാഷ എന്താ പറയണത്, നമുക്ക് അവളെ കവിതയെ കുറിച്ചിട്ട് അനു ടീച്ചറിന്റെ അടുത്ത്, നമ്മുടെ ഇവരുടെ ക്ലാസ് ടീച്ചർ അല്ലെ, നമുക്ക് അനു ടീച്ചറിന്റെ അടുത്ത് കവിതയെ കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് അവളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു സാഷ സജസ്റ്റ് ചെയ്യാൻ വെച്ച് എന്താ, അവള് അവളൊരു അഭിപ്രായം, ഒരു ഐഡിയ പറയുകയാണ്. അത് നമ്മുടെ കവിതയെ സഹായിക്കാനുള്ള ഒരു ഐഡിയ പറയുകയാണ് നമ്മുടെ സാഷ. അപ്പൊ എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുത്തപ്പോ നമ്മുടെ കവിത പറഞ്ഞിട്ടുണ്ടാവുക, താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, താങ്ക് യു. ദ സ്മൈൽ എന്ന് വെച്ചാൽ പുഞ്ചിരി, ചിരിക്കുന്നതിന് നമ്മൾ സ്മൈൽ എന്ന് പറയാ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഷീ ബിലോങ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. ഷീ സ്മൈൽഡ് വാംലി അറ്റ് everyone. The headmaster invited Kabita's parents to the stage. All the children clapped. I congratulate Sasha and Naveen. They helped Kabita to join us. Sasha, Naveen, please come to the dais. The headmaster encouraged, clapping hands. അപ്പൊ നോക്കിക്കേ, നെക്സ്റ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ കവിത സ്കൂളിൽ ജോയിൻ ചെയ്തു അല്ലെ. അപ്പൊ ആരായിരിക്കും അതിന് കാരണമായിട്ടുണ്ടാവുക, അനുപമ ടീച്ചർ ആയിരിക്കും. അനു ടീച്ചറുടെ അടുത്ത് നമ്മുടെ നവീനും സാക്ഷിയും പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചർ ഹെഡ് മാസ്റ്ററുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ നമ്മുടെ കവിത സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ കവിത സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ സ്കൂൾ അസംബ്ലിയാണ് ഇവിടെ പറയുന്നത്. Dear children, today we have a new friend. She belongs to a place far away. Let's welcome her. The headmaster introduced Kabita in the school assembly. അപ്പോൾ കവിതയുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേയിലെ സ്കൂൾ അസംബ്ലിയിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ എല്ലാ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കവിതയെ വെൽക്കം ചെയ്യാണ്, സ്കൂളിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്താ പറയുന്നത്, കുട്ടികളെ ഇന്ന് നമുക്ക് പുതിയൊരു ഫ്രണ്ട് വരികയാണ്, അവള് ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്, നമുക്ക് അവളെ വെൽക്കം ചെയ്യാന്ന് നമ്മുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു. അങ്ങനെ ഹെഡ് മാസ്റ്റർ കവിതയെ സ്കൂൾ അസംബ്ലിയിൽ വെൽക്കം ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുത്തു. She came forward dressed in the school uniform. She smiled warmly at everyone. അപ്പോൾ ഹെഡ് മാസ്റ്റർ വിളിച്ചപ്പോൾ നമ്മുടെ കവിത വരികയാണ് നമ്മുടെ സ്റ്റേജിലോട്ട് അല്ലെ, കയറി വരികയാണ്. അവള് കാണാൻ എങ്ങനെയായിരുന്നു, അവള് മുന്നോട്ട് വന്നു. അവളെ എന്തിലാ വന്നത്, സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ എല്ലാവരും നോക്കിയിട്ട് സ്മൈൽ ചെയ്തു. The headmaster invited Kabita's parents to the stage. All the children clapped. അങ്ങനെ അവൾ വന്ന ശേഷം ഹെഡ് മാസ്റ്റർ കവിതയുടെ പാരന്റ്സിനെ, അച്ഛനെയും അമ്മനെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്യുന്നു. I congratulate Sasha and Naveen. They helped Kabita to join us. Sasha, Naveen, please come to the dais. The headmaster encouraged clapping hands. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്താ പറയണത്, ഞാൻ നമ്മുടെ സാഷിയും നവീനെയും കൂടെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അവരാണ് കവിതയെ സ്കൂളിൽ ചേരാൻ സഹായിച്ചത്. അപ്പൊ സാഷ, നവീൻ, നിങ്ങളും
ഡേയ്സ് എന്ന് വെച്ചാൽ എന്താണ് സ്റ്റേജിനെ പറയണതാണ്. സ്റ്റേജിൽ തന്നെ പറഞ്ഞ മറ്റൊരു വേർഡാണ് ഡേയ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റേജിലോട്ട് വരാൻ പറയാണ്. അങ്ങനെ നമ്മുടെ നവീനും സാക്ഷിയും സ്റ്റേജിലോട്ട് വരികയാണ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പൊ സാക്ഷിയും നവീനെയും നമ്മുടെ ഹെഡ് മാസ്റ്റർ എൻകറേജ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, കൺഗ്രാജുലേറ്റ് പറഞ്ഞ എന്താ, അഭിനന്ദിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഡേയ്സ് എന്ന് വെച്ചാൽ വേദി, ദ സ്റ്റേജിനെ തന്നെ പറയുന്ന വേറൊരു വേർഡാണ്. എൻകറേജ് ചെയ്യുക പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. Why did the headmaster invite Sasha and Naveen to the days? അപ്പൊ എന്തായിരിക്കും കാരണം? അതായത് നമ്മുടെ സാഷയെയും നവീനെയും എന്തിനാണ് ഡേയ്സിലേക്ക് ഹെഡ്മാസ്റ്റർ വിളിച്ചത്? ദ ഹെഡ്മാസ്റ്റർ ഇൻവൈറ്റ് സാഷ നവീൻ ടു ദ ഡേയ്സ് ടു എൻകറേജ് them. അവരെ എൻകറേജ് ചെയ്യുക, നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. അവർ കാരണം ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുകയാണ്, അത് നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. അതിനെ അവർ എൻകറേജ് ചെയ്യാനാണ് നമ്മുടെ സാഷയും നവീനെയും ഹെഡ്മാസ്റ്റർ സ്റ്റേജിലോട്ട് വിളിച്ചത്. ടീയേഴ്സ് ഓഫ് ജോയ്. ടീയേഴ്സ് ഓഫ് ജോയ് എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ടുള്ള കണ്ണീര്. Sasha and Naveen moved towards the stage. The headmaster shook hands with them. All the children applauded them again. Kabita looked at Sasha and Naveen. Her eyes brightened with gratitude. And teacher's song was echoing in every mind. The best of friends worth more than gold. Give all the love a heart can hold. And our teacher came forward and hugged Kabita. The girl smiled. A teeny drop of tear glittered in the corner of her eyes. അപ്പോൾ നോക്കൂ, അങ്ങനെ നമ്മുടെ സാക്ഷിയും നവീനും ഹെഡ് മാസ്റ്റർ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. സാക്ഷിയും നവീനും സ്റ്റേജിലേക്ക് വരുന്നു. അപ്പൊ അവര് ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. അവർക്ക് രണ്ടാൾക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ് അല്ലെ. അവരെ എൻകറേജ് ചെയ്യുക, നല്ലൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും ആ സ്റ്റേജ് അവിടെ നിന്ന് വേദിയിൽ നിന്ന് എല്ലാ കുട്ടികളും അവർക്ക് എന്ത് ചെയ്യണം, അവരെ അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ കൈയടിക്കുകയാണ്. കവിത ലുക്ക്ഡ് അറ്റ് സാഷ നവീൻ. കവിത സാഷയും നവീനെയും നോക്കുകയാണ്. അവളെ കണ്ണിൽ എന്താ കാണുന്നത്? ഹെർ ഐസ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ നവീനെയും സാഷയും കാണുമ്പോൾ അവൾ വളരെ നന്ദിപൂർവ്വം, ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചാൽ നന്ദി, വളരെ നന്ദിപൂർവ്വം, നിങ്ങൾ നമ്മൾ താങ്ക്സ് ഒക്കെ പറയുന്ന പോലെ വളരെ നന്ദിപൂർവ്വം ഇവരെ നോക്കുകയാണ്. നിങ്ങൾക്ക് അവർ കാരണമാണല്ലോ നമ്മുടെ കവിത സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. കവിതയ്ക്ക് അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അനു ടീച്ചർ പാടിത്തന്ന പാട്ടായിരുന്നു അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. ആ പാട്ടാണ് ഇവിടെ ആ 4 വരിയിൽ ഇവിടെ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ഗീവ് ഓൾ ദ ലവ് എ ഹേർട്ട് ക്യാൻ ഹോൾഡ്. എന്താ പറയുന്നത്? ഒരു നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ളതാണ്, സ്വർണത്തെക്കാളും ഒരുപാട് മൂല്യമുള്ളതാണ്, വിലയുള്ളതാണ്. ഒരുപാട് സ്നേഹം കൊടുക്കുക, ഒരുപാട് സ്നേഹം. ഗീവ് ഓൾ ദ ലവ് എ ഹേർട്ട് ക്യാൻ ഹോൾഡ്. സ്നേഹം മാത്രം കൊടുത്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എത്രത്തോളം പരസ്പര സ്നേഹമുള്ളവരായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അത് നമ്മുടെ അനുപമ ടീച്ചറും സ്റ്റേജിലോട്ട് വന്നു. എന്നിട്ട് കവിതയെ ഹഗ് വെച്ച് കെട്ടിപ്പിടിച്ചു. ദി ഗേൾ സ്മൈൽ. അപ്പൊ ആ കുട്ടി ടീച്ചർ നോക്കി ചിരിച്ചു. എ ടിനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്. എന്ന് വെച്ചാൽ അവളുടെ ഒരു സന്തോഷമുള്ള കണ്ണീര്, അവളുടെ കണ്ണില് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളം അതായത് ഗ്ലിറ്റർ എന്ന് വെച്ചാൽ തിളങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ എന്തായിരിക്കും നമ്മുടെ ടീച്ചർ എന്തായിരിക്കും കവിതയോട് പറഞ്ഞിട്ടുണ്ടാവുക? ഡയലോഗാണ് നമ്മളിവിടെ കാണുന്ന ഈ സ്പേസിൽ എഴുതേണ്ടത്. ടീയേഴ്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കണ്ണുനീർന്നാണ്. അപ്ലോഡ് ചെയ്യുക വെച്ചാൽ കൈയടിക്കുക എന്ന് വെച്ചാൽ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ കൈയടിക്കില്ലേ, അതാണ് അപ്ലോഡ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നന്ദി. എക്കോയിങ് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ആ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ ആ പാട്ടാണ് ഇവർക്ക് ഓർമ്മയിലേക്ക് വരുന്നത് ആ സമയത്ത്. ഓക്കെ, ഹഗ്ഡ് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ടിനി ഡ്രോപ്പ് കൊണ്ട് എന്താ? ടൈനി ഡ്രോപ്പ് വെച്ചാൽ ടൈനി ഡ്രോപ്പ് പറഞ്ഞാൽ ചെറിയ തുള്ളി. ഓക്കെ, അപ്പൊ അവളെ കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ അവളെ കണ്ണിലെ തറ്റത്ത് ഇങ്ങനെ വന്ന് ആ ചെറിയ വെള്ളത്തുള്ളിയായിട്ട് വന്ന് നിൽക്കുകയാണ് കണ്ണീര്. ഗ്ലിറ്റർ എന്ന് വെച്ചാൽ തിളങ്ങുക, ആ വെള്ളത്തുള്ളി തിളങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ടീച്ചർ പറഞ്ഞ ഡയലോഗാണ് ഇവിടെ എഴുതേണ്ടത്. എന്തായാലും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക? നൗ യു ക്യാൻ കം ടു സ്കൂൾ ആൻഡ് സ്റ്റഡി. നിനക്ക് സ്കൂളിലേക്ക് വന്ന് പഠിക്കാം എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടായിരിക്കും കവിത സ്മൈൽ ചെയ്തിട്ടുണ്ടാവുക, ചിരിച്ചിട്ടുണ്ടാവുക? ബിക്കോസ് ഷി വാസ് വെരി ഹാപ്പി. കാരണം അവൾ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷമായിട്ടുണ്ടാവില്ലേ അവൾക്ക്. അവൾ ആഗ്രഹിച്ചതും എന്തായിരുന്നു? ആ സ്കൂളിൽ വന്ന് മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലൊക്കെ അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ അത് നടന്നത് കൊണ്ടുള്ള അവളുടെ സന്തോഷമാണ് അവളെ മുഖത്ത് ആ സ്മൈലായിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മുടെ നവീനും സാക്ഷിയും കാരണം അനു ടീച്ചറിന്റെ സഹായത്തോടു കൂടെ നമ്മുടെ കവിതയ്ക്ക് സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റുന്നു അല്ലെ. പഠിക്കാൻ പറ്റി, അവളുടെ വലിയൊരു ആഗ്രഹം നടന്നു. അപ്പൊ ഇതാണ് നമ്മുടെ
എന്താണ് ഈ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിലെ കഥ. അപ്പം എല്ലാവർക്കും നമ്മുടെ കഥ സ്റ്റോറി ഇഷ്ടമായോ? എല്ലാവരും നമ്മുടെ നവീനെയും സാക്ഷിനെയും കവിതയൊക്കെ ഇഷ്ടമായോ? ഒരു ക്ലാസ് മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്